Hello everyone, welcome back to our YouTube channel. It's me Henna. ഇന്ന് നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സമയം എത്രയായി, ഇപ്പോൾ എവിടെ പോകുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഉത്തരവും പറയാനും കൂടി നമുക്ക് പഠിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചോദ്യവും ഉത്തരവും അടങ്ങുന്ന കോൺവെർസേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നീ എവിടെ പോകുന്നു? നമ്മൾ ചോദിക്കില്ലേ വീട്ടിലുള്ളവരടുത്തൊക്കെ, നീ എവിടെ പോണു എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ നീ എവിടെ പോകുന്നു എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? നീ എവിടെ പോകുന്നു? നീ എവിടെ പോകുന്നു എന്നെങ്ങനെ ചോദിക്കും? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കാം. ഞാൻ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് അല്ലെ, ഞാൻ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഐ എം ഗോയിങ് ഫോർ ഗ്രോസറി ഷോപ്പിംഗ്. പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതിനെ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയും. ഐ എം ഗോയിങ് ഫോർ ഗ്രോസറി ഷോപ്പിംഗ്. അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബൈ ഗ്രോസറി ഐറ്റംസ് എന്ന് പറയാം. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഞാൻ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബൈ ഗ്രോസറി ഐറ്റംസ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ഫോർ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ബൈ ഗ്രോസറി ഐറ്റംസ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ഫോർ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നീ എങ്ങനെയാ പോകുന്നത്? അപ്പൊ ചോദിക്കാണ് അടുത്ത ചോദ്യം, നീ എങ്ങനെയാ പോകുന്നത്? ബസ്സിലാണോ? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ആർ യു ഗോയിങ്? എങ്ങനെയാണ് പോകുന്നത്? ഹൗ ആർ യു ഗോയിങ്? നീ എങ്ങനെയാണ് പോകുന്നത്? ഹൗ ആർ യു ഗോയിങ്? ബസ്സിലാണോ? ഇസ് ഇറ്റ് ബൈ ബസ്? ഇസ് ഇറ്റ് ബൈ ബസ്? ബസ്സിലാണോ എന്ന് ചോദിക്കാനായിട്ട് ഇസ് ഇറ്റ് ബൈ ബസ്? ഇസ് ഇറ്റ് ബൈ ബസ്? അപ്പൊ ഉത്തരം പറയാണ്, ഞാൻ ബസ്സിലല്ല പോകുന്നത്. ഞാൻ ബസ്സിലല്ല പോകുന്നത് എന്നെങ്ങനെ പറയും? ഐ എം നോട്ട് ഗോയിങ് ബൈ ബസ്. ഞാൻ ബസ്സിലല്ല പോകുന്നത്. ഐ എം നോട്ട് ഗോയിങ് ബൈ ബസ്. ഓട്ടോയിലാണ് പോകുന്നത്. ഇതെങ്ങനെ പറയും? ഐ എം ഗോയിങ് ബൈ ഓട്ടോ. ഐ എം ഗോയിങ് ബൈ ഓട്ടോ. ഐ എം ഗോയിങ് ബൈ ഓട്ടോ, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ഇൻ ഓട്ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്നും കൂടി നോക്കാം. ഹൗ ആർ യു ഗോയിങ്? നീ എങ്ങനെയാണ് പോകുന്നത്? ഇസ് ഇറ്റ് ബൈ ബസ്? ബസ്സിലാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ബസ്സിലല്ല പോകുന്നത്. ഐ എം നോട്ട് ഗോയിങ് ബൈ ബസ്. ഐ എം നോട്ട് ഗോയിങ് ബൈ ബസ്. ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്. ഐ എം ഗോയിങ് ബൈ ഓട്ടോ. നീ ഒറ്റയ്ക്കാണോ പോകുന്നേ? ചോദിക്കുകയാണ് കേട്ടോ, നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഇതെങ്ങനെ ചോദിക്കും? Are you going alone? നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? Are you going alone? Are you going alone? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്താണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്താണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. I am going alone. I am going alone. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഐ എം ഗോയിങ് അലോൺ. സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്താണ് എന്നെങ്ങനെ പറയും? ദ സൂപ്പർ മാർക്കറ്റ് is very close by. തൊട്ടടുത്താണ് എന്ന് പറയാനായിട്ട് ദ സൂപ്പർ മാർക്കറ്റ് is very close by എന്ന് പറയാം. ദ സൂപ്പർ മാർക്കറ്റ് is വെരി ക്ലോസ് ബൈ എന്ന് പറയാം. എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. അപ്പൊ പറയാണ്, എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. എക്സാക്ട് ട്രാൻസ്ലേഷൻ നോക്കരുത്. നമ്മൾ സെന്റൻസിലേക്ക് വരുമ്പോൾ മീനിങ് മാറിപ്പോവും. എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. ഐ വാണ്ടഡ് ടു ബൈ സംതിങ്. ഐ വാണ്ടഡ് ടു ബൈ സംതിങ്. സംതിങ് എന്നുള്ളതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഒക്കെ നോക്കുമ്പോൾ എന്തോ എന്നല്ലേ ഉത്തരം വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. ഐ വാണ്ടഡ് ടു ബൈ സംതിങ്. ഐ വാണ്ടഡ് ടു ബൈ വൺ തിങ് എന്ന് പറയില്ല കേട്ടോ.
I wanted to buy something. എന്നോട് പറയൂ, ഞാൻ വാങ്ങാം. Tell me, എന്നോട് പറയൂ. Tell me, ഞാൻ വാങ്ങാം. I will buy. I will buy it. എന്നോട് പറയൂ, tell me, ഞാൻ വാങ്ങാം അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങാം എന്നാണെങ്കിൽ I will buy it. I will buy it എന്ന് പറയാം. ഞാൻ വേഗം തിരിച്ചു വരും. ഇത് നമ്മൾ എങ്ങനെ പറയും? I will be back soon. ഞാൻ വേഗം തിരിച്ചു വരും. I'll be back soon. I'll be back soon. ഞാൻ വേഗം തിരിച്ചു വരും. I'll be back soon. ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ കുറച്ചു വൈകും. ഇതെങ്ങനെ പറയും? It's so busy here. ഇവിടെ നല്ല തിരക്കാണ്. It's so busy here. ഞാൻ കുറച്ചു വൈകും. I will be a bit late. ഇവിടെ നല്ല തിരക്കാണ്. It is so busy here. ഞാൻ കുറച്ചു വൈകും. I will be a bit late. ഞാൻ കുറച്ചു വൈകും അല്ലെങ്കിൽ ഞാൻ അല്പം വൈകും എന്നെങ്ങനെ പറയും? I'll be a bit late. I'll be a bit late എന്ന് പറയാം. തിരിച്ചെത്തിയാൽ എന്നെ വിളിക്കൂ എന്ന് പറയാണ്. തിരിച്ചെത്തിയാൽ എന്നെ വിളിക്കൂ. Give me a call. അല്ലെങ്കിൽ call me. Give me a call. അല്ലെങ്കിൽ call me when you reach. Give me a call when you reach. അല്ലെങ്കിൽ call me when you reach എന്ന് പറയാം. തിരിച്ചെത്തിയാൽ എന്നെ വിളിക്കൂ. Call me when you reach. അല്ലെങ്കിൽ give me a call when you reach എന്ന് പറയാം. ഞാൻ വിളിക്കാം. ഇതെങ്ങനെ പറയും? I will give you a call. I will give you a call. അല്ലെങ്കിൽ I will call you. I will call you. I'll give you a call. അല്ലെങ്കിൽ I will call you എന്ന് നമുക്ക് പറയാം. ഞാൻ എത്രയാണ് തരേണ്ടത്? നമ്മൾ ചോദിക്കില്ലേ, ഞാൻ എത്രയാണ് നിനക്ക് തരാനുള്ളത്, ഞാൻ എത്രയാണ് നിനക്ക് തരേണ്ടത്? ഇതെങ്ങനെ ചോദിക്കും? How much should I give you? അല്ലെങ്കിൽ pay you എന്ന് പറയാം. ഞാൻ എത്രയാണ് നിനക്ക് തരാനുള്ളത്, ഞാൻ എത്രയാണ് നിനക്ക് പേ ചെയ്യേണ്ടത് എങ്ങനെ ചോദിക്കും? How much should I give you? അല്ലെങ്കിൽ How much should I pay you എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, നീ എനിക്ക് പൈസ തരേണ്ടതില്ല, ഞാൻ നിനക്ക് 250 രൂപ തരാനുണ്ട്. നീ എനിക്ക് പൈസ തരേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി നിനക്ക് 250 രൂപ തരാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നീ എനിക്ക് പൈസ തരേണ്ടതില്ല ഇതെങ്ങനെ പറയും? You don't have to give me. You don't have to give me. You don't have to give me money. നീ എനിക്ക് പൈസ തരേണ്ടതില്ല. You don't have to give me money. ഞാൻ നിനക്ക് 250 രൂപ തരാനുണ്ട്. ഇതെങ്ങനെ പറയും? I owe you 250 rupees. ഞാൻ നിനക്ക് 250 രൂപ തരാനുണ്ട്. I owe you 250 rupees. I owe you 250 rupees. ഞാൻ നിനക്ക് 1000 രൂപ തരാനുണ്ട് എന്നെങ്ങനെ പറയും? Let me know in the comments. ഞാനത് മറന്നു. സാധനം വാങ്ങി തന്നതിന് നന്ദി. I forgot it. ഞാനത് മറന്നു. I forgot it. ഞാനത് മറന്നു. I forgot it. സാധനം വാങ്ങി തന്നതിന് നന്ദി. Thanks for buying me the item. സാധനം വാങ്ങി തന്നതിന് നന്ദി. താങ്ക്സ് ഫോർ ബൈയിങ് മീ ദി ഐറ്റം. എനിക്ക് വേണ്ടി സാധനം വാങ്ങി തന്നതിൽ നന്ദി എന്നാണ് പറയുന്നത്. താങ്ക്സ് ഫോർ ബൈയിങ് മീ ദി ഐറ്റം അല്ലെങ്കിൽ താങ്ക്സ് ഫോർ ബൈയിങ് ദി ഐറ്റം എന്ന് വേണമെങ്കിലും പറയാം. മീ എന്നുള്ളത് നിർബന്ധമില്ല, എനിക്ക് വേണ്ടി എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഞാൻ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല എഴുതുന്നത്,
പക്ഷേ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വരുന്ന സെൻറ്റൻസും മലയാളത്തിൽ കോമൺ ആയിട്ട് വരുന്ന സെൻറ്റൻസും തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഇടയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ സാധനം വാങ്ങി തന്നതിന് നന്ദി, താങ്ക്സ് ഫോർ ബൈയിങ് മീ ദി ഐറ്റം, താങ്ക്സ് ഫോർ ബൈയിങ് ദി ഐറ്റം എന്നും പറയാം. ഓക്കെ, ഇതിന് എത്രയാണ് വില എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല ചോദിക്കുക, ഇതിന് എത്രയാ എന്ന് ചോദിക്കും അല്ലേ. ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്, ഹൗ മച്ച് ഇസ് ഇറ്റ്. ഇതിന് എത്രയാണ് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്, ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് ചോദിക്കാം. അതെനിക്ക് എത്തുന്നില്ല, അത് ഒന്ന് എടുത്തു തരാമോ. നമ്മൾക്ക് ചിലപ്പോൾ എസ്പെഷ്യലി എന്നെ പോലെ ഹൈറ്റൊക്കെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടും. ഓക്കെ, അതെനിക്ക് എത്തുന്നില്ല, അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് വേണം ചോദിക്കാൻ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കും? അതെനിക്ക് എത്തുന്നില്ല എന്നെങ്ങനെ പറയും? ഐ കാൺട്ട് റീച്ച് ഇറ്റ്. എനിക്കത് എത്തുന്നില്ല. ഐ കാൺട്ട് റീച്ച് ഇറ്റ്. അത് ഒന്ന് എടുത്തു തരാമോ? കുഡ് യു പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർ മീ. അതെനിക്കൊന്ന് എടുത്തു തരാമോ? കുഡ് യു പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർ മീ. കുഡ് യു പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർ മീ. അത് ഒന്ന് എടുത്തു തരാമോ? കുഡ് യു പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർ മീ. അല്ലെങ്കിൽ അതൊന്ന് എടുക്കാൻ എന്നെ സഹായിക്കുമോ എന്നാണെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഗെറ്റ് ദാറ്റ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഗെറ്റ് ദാറ്റ്. അത് എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ. കിച്ചൺ ഐറ്റംസ് ഏത് ഭാഗത്താണ്? നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലും ചില സാധനങ്ങൾ കാണില്ല. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഈ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഏത് ഭാഗത്താണ്, പച്ചക്കറികളൊക്കെ ഏത് ഭാഗത്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇതെങ്ങനെ ചോദിക്കും? വേർ ക്യാൻ ഐ ഫൈൻഡ്. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല, പകരം ഈ ഒരു ക്വസ്റ്റ്യൻ നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കിച്ചൺ ഐറ്റംസ് ഏത് ഭാഗത്താണ്? വേർ ക്യാൻ ഐ ഫൈൻഡ് kitchen items. Where can I find kitchen items? കിച്ചൺ ഐറ്റംസ് ഏത് ഭാഗത്താണ്? വേർ കെൻ ഐ ഫൈൻഡ് കിച്ചൺ ഐറ്റംസ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഏത് ഭാഗത്താണ് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ലെറ്റ് മീ നോ ഇൻ ദ കോമൻസ്. ഇപ്പോൾ എന്തെങ്കിലും ഓഫർ നടക്കുന്നുണ്ടോ? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എനി ഓഫർ? ഈസ് ദെയർ എനി ഓഫർ ഗോയിങ് ഓൺ? നടക്കുന്നുണ്ടോ? ഈസ് ദെയർ എനി ഓഫർ ഗോയിങ് ഓൺ? എന്തെങ്കിലും ഓഫർ നടക്കുന്നുണ്ടോ? ഈസ് ദെയർ എനി ഓഫർ ഗോയിങ് ഓൺ? എന്തെങ്കിലും സെയിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അതെങ്ങനെ പറയും? ഈസ് ദെയർ എനി സെയിൽ ഗോയിങ് ഓൺ? ഈസ് ദെയർ എനി സെയിൽ ഗോയിങ് ഓൺ? അപ്പോൾ സെയിൽ ഉണ്ട് എന്നെങ്ങനെ പറയും? യെസ് ദർ ഇസ് എ സെയിൽ ഗോയിങ് ഓൺ. സെയിൽ നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ യെസ് ദർ ഇസ് എ സെയിൽ ഗോയിങ് ഓൺ. ഓഫർ നടക്കുന്നുണ്ട് എന്നെങ്ങനെ പറയും? യെസ് ദർ ഇസ് എൻ ഓഫർ ഗോയിങ് ഓൺ. ദർ ഇസ് എൻ ഓഫർ ഗോയിങ് ഓൺ എന്ന് നമുക്ക് പറയാം. ഈ ഐറ്റത്തിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം? ഈസ് ദെയർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അൻറ്റിൽ വി സീ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.